Mark your attendance. Okay, then take your textbook, page number 108. Avedya, please turn on your video. How many more or how many less? Okay, page number 108. Then, how many more? Count each collection and tick the one which has more and how many more. So, count these pictures and we want to find out how many more from the first picture and between two numbers, how many more from the lesser number to bigger number. എന്താണ് കുറഞ്ഞ നമ്പറിൽ നിന്ന് എങ്ങോട്ട് കൂടിയ നമ്പറിലേക്ക് എത്രയാണ് മോർ ആയിട്ടുള്ളത് അധികമായിട്ടുള്ളത് എന്നാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത് അല്ലേ ഹൗ മെനി മോർ സോ ദ ഫസ്റ്റ് പിക്ചർ ആദ്യത്തേത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം ബാക്കിയുള്ളവരൊക്കെ ഹോംവർക്ക് ആയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നിട്ടുമുണ്ട് സോ ലിസൺ വൺസ് അഗെയിൻ മിസ് ചോദിക്കാം ആദ്യം പറയുന്നത് ഏതാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് there are 2 flowers and the second picture 5 flowers. So we want to find out how many more from 2 to 5. Okay. So we want to subtract from 5 to 5. So 2 from 5 and 5 minus 2. 5 minus 2. We want to subtract this number is equal to how many more? How many more from this? How many more and what is the answer? 5 minus 2. There is 5 fingers in my hand. So, നമ്മൾ എന്ത് ചെയ്തു 5 fingers ഉണ്ട് അല്ലേ 5 fingers. So, നമ്മൾ രണ്ടെണ്ണം എന്ത് ചെയ്തു ഇങ്ങനെ ഫോൾഡ് ചെയ്തു. How many? How many more? 3. 3 is remaining. So, 3 is the answer. 3 is the answer. ഇനി ഈ ആൻസർ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം 3 plus 2 is equal to 5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെ 3 plus 2 എത്രയാണ് 5 ആണ് അല്ലേ 3 plus 2 is equal to 5. So 5 minus 2 is equal to 3. 5 നിന്ന് എത്ര കുറയണം 2 കുറയണം അല്ലേ അപ്പൊ ആദ്യത്തെ പിക്ചറിൽ എത്ര എണ്ണം ഉള്ളത് 2 രണ്ടെണ്ണമാണുള്ളത് അല്ലെ ജസ്വൽ ഇവിടെ ശ്രദ്ധിക്കണേ ജസ്വൽ ലിസൺ ആദ്യത്തെ പിക്ചറിൽ രണ്ടെണ്ണം ഉള്ളത് നെക്സ്റ്റ് പിക്ചറിൽ എത്ര എണ്ണം ഉണ്ട് 5 എണ്ണം ഉണ്ട് അല്ലേ നമ്മൾ എന്ത് ചെയ്യാ 2 നിന്ന് എങ്ങോട്ട് എണ്ണുക 2 നിന്ന് എങ്ങോട്ടാണ് നമ്മൾ എണ്ണി നോക്കേണ്ടത് 2 3 4 5 2 3 4 5 എത്തുമ്പോ എത്ര അധികമുണ്ട് 3 is more. So the answer is 3. And the next one. Next, count the pencils. 1, 2, 3, 4, 5, 6. 6 pencils are there. 6. And next picture. 1, 2, 3, 4, 5, 6, 7, 8. Next picture la etra undu 8 ennam undu alle and we want to find out how many more so 6 7 8 2 more pencils are there so we want to subtract 6 from 8 so 8 minus 6 എത്രയാണ് ആൻസർ വരിക 8 minus 6 which is the answer എത്രയാണ് ഒന്ന് നോക്കിയേ എത്ര
എത്രയാണ് ഇതിന്റെ ആൻസർ വരിക? 8 minus 2. ഇപ്പൊ മിസ്സിന്റെ കയ്യില് എന്താണ് 8 പെൻസിൽസ് ഉണ്ട് അല്ലെ? 8 പെൻസിൽസ് ഒരു കയ്യിലുണ്ട് അല്ലെ? ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 6 6 നമ്മൾ എടുത്തു മാറ്റി അല്ലെ? 6 എടുത്ത് മാറ്റി. പിന്നെ ബാക്കി എത്രയുള്ളത്? ബാക്കി എത്രയുള്ളത്? ഇതിങ്ങനെ നോക്കാം. എത്ര വിരലുകളുണ്ട്? ഇത് 8. അതിൽ നമ്മൾ എന്ത് ചെയ്തു? 6 5 plus 1 6 നമ്മൾ കളഞ്ഞു. ബാക്കി എത്രയുള്ളത്? എത്രയുള്ളത്? എത്ര ആരോമല്ലേ? 2. So the answer is 2. To listen here. Listen. നോക്കാം. 1 pencil. 1 2 3 4 5 6. ഒരു സൈഡിൽ എത്ര ഉണ്ട്? 6 ഉണ്ട് അല്ലേ? Then another side 1 2 3 4 5 6 അല്ലെ? ഒരു സൈഡിൽ 6 ഈ സൈഡിലും 6 എന്ന് വിചാരിക്കുക. പക്ഷെ എത്ര ഉള്ളത് എന്നാ പറയുന്നത്? 8 ഉണ്ടല്ലേ? അപ്പൊ എത്ര പെൻസിലൂടെ വെച്ച 8 കിട്ടും? 6 7 8 അല്ലെ? അപ്പൊ എത്രയാണ്? ഇതിൽ നിന്ന് നമ്മൾ 6 നമ്മൾ എടുത്തു. കൗണ്ട് ചെയ്തിട്ട് നമുക്ക് 6 എടുക്കാലോ. 1 2 3 4 5 6 6 നമ്മൾ ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക. 6 നമ്മൾ ഇവിടുന്ന് എടുത്ത് കളഞ്ഞു അല്ലെ? ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 2. So 8 minus 6 is equal to 2. 8 നിന്ന് നമ്മൾ 6 മൈനസ് ചെയ്തു അല്ലെ? 6 നമ്മൾ കളഞ്ഞു. അപ്പൊ എത്ര കിട്ടും? 2 ആണ് ആൻസർ അല്ലേ? 2. So 6 plus 2 നമ്മൾ ചെയ്തു നോക്കാം. 6 plus 2 is equal to 8. Clear? മനസ്സിലായോ? How many more? എത്ര അധികം ഉണ്ട്? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എത്ര അധികം ഉള്ളത്? 2 ഇവിടെ അധികമുള്ളത് അല്ലേ? കൂടുതൽ ഉള്ളതിനെ കാണാൻ വേണ്ടിട്ട് ബിഗർ നമ്പറിൽ നിന്ന് എന്ത് ചെയ്യാ? ആ സ്മോളർ നമ്പർ, ആ ലെസർ നമ്പർ നമ്മൾ മൈനസ് ചെയ്യാ അല്ലെ? അപ്പൊ അധികമുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. Then count each collection and pick the one which has less. How many less? We want to find out how many less. In the first section, we find out how many more, and the second one we find out how many is less. എത്രയാണ് കുറവുള്ളത് എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നേരത്തെ നമ്മൾ എത്രണ്ണം കൂടുതലാണ് ഉള്ളത് എന്നാണ് കണ്ടുപിടിച്ചത്. നോക്കാം. കുറെ പേര് ലെസ് മോർ ചെയ്തപ്പോ ലെസ് കൂടെ ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം അല്ലെ? സോ ലുക്ക് അറ്റ് ദ പിക്ചർ. ഫസ്റ്റ് വൺ, there are 2 bananas. 2 ബനാന ഉണ്ടല്ലോ ഇവിടെ. ആൻഡ് ദ സെക്കൻഡ് വൺ 1 2 3 4 5 6 7. എത്ര ഉണ്ട്? സെക്കൻഡ് പിക്ചറിൽ 7 ഉണ്ട്. And we want to find how many is less. That means 7 is the bigger number. So we write here 7. Wait. Seven is the bigger number. 7. Okay. 7. And നമ്മള് എത്ര എണ്ണമാണ് കുറവുള്ളത് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലേ? അപ്പോ 7 minus 2 നമ്മൾ ചെയ്യണം അല്ലേ? 7 minus 2. ആദ്യത്തെ അതില് 2 ഉള്ളത്. സെക്കൻഡ് പിക്ചറിൽ 7 ഉണ്ട്. അപ്പൊ 7 minus 2 എത്രയാണ് അതിൽ കുറവുള്ള സംഖ്യ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എങ്ങനെ ചെയ്യും? ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അല്ലെ?
7 പെൻസിൽസ് എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ 7 ബനാനാസ് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഇവിടെ നോക്കാം, 7 ബനാന, ഇത് ബനാന ആണെന്ന് ഇമാജിൻ ചെയ്യുക അല്ലെ. 1 2 3 4 5 6 7 ഇത്ര ബനാനാസ് ഉണ്ട്. 7. ഇത് നമ്മൾ എന്ത് ചെയ്യണം? 2 എണ്ണം മൈനസ് ചെയ്യണം. -2. 2 എണ്ണം നമ്മൾ ഇങ്ങനെ കഴിച്ചു തീർത്തു അല്ലെ. 2 ബനാന നമ്മൾ ഇതിൽ നിന്ന് കഴിച്ചു. ഇത് നമ്മൾ 2 ബനാന കഴിച്ചു തീർത്തു. ഇനി എത്ര ബനാന ഉണ്ട് അവിടെ? 1. Count the remaining bananas. 1 2 3 4 5. So 7 എണ്ണത്തിൽ നിന്ന് നമ്മൾ 2 എണ്ണം കഴിച്ചു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? How many is remaining? 5. So 5 ഉള്ളത് അല്ലേ? 5. Okay. 7 - 2 is equal to 5. ഇതുപോലെ ബാക്കിയുള്ളത് 3 പിക്ചറും കൂടെ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചേ. ബാക്കിയുള്ള പിക്ചേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്യാം ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലെസ്, എത്ര എണ്ണാണ് കുറവുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. പെട്ടെന്ന് അതൊന്ന് ചെയ്ത് എല്ലാവരും. പെട്ടെന്ന് ചെയ്യണേ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് രാത്രിയൊക്കെ ചെയ്തു അല്ലേ. ഗുഡ് ഗേൾ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മിസ്സിനോട് പറയണേ മനസ്സിലായിട്ടില്ല എന്ന്. ആദിനാഥേ ചെയ്തോ മോനെ? ആൻസർ കിട്ടിയോ? കിട്ടിയ ആൻസർ ആഫ്രീൻ ചെയ്തോ മോളെ? യെസ്. സോ ദ ഫസ്റ്റ് വൺ നോക്കാം, സെക്കൻഡ് വൺ നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ എത്രയുള്ളത്? 1 2 ലീവ്സ്. ആൻഡ് ദ സെക്കൻഡ് പിക്ചർ 1 2 3 4 5. രണ്ടാമത്തെ ചിത്രത്തില് 5 ലീവ്സ് ഉണ്ട്. ആദ്യത്തതിൽ 2 എണ്ണാണ് ഉള്ളത് അല്ലേ. സോ വി വാണ്ട് ടു സബ്ട്രാക്ട് 5 - 2. എപ്പോഴും കൂടുതൽ ഉള്ളതിൽ നിന്ന് നമ്മൾ കുറവാണ് മൈനസ് ചെയ്യേണ്ടത് അല്ലേ. വലിയ സംഖ്യയിൽ നിന്ന് നമ്മൾ ചെറുതാണ് മൈനസ് ചെയ്യാം. അപ്പൊ 5 ആണ് ഇതിലെ ബിഗ്ഗർ നമ്പർ. സോ 5 നമ്മൾ ആദ്യം എഴുതി അല്ലെ. എപ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യാം? വലിയ സംഖ്യയിൽ നിന്ന് നമ്മൾ ചെറുതിനെ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ ഈ 2 പിക്ചേഴ്സിലും ഫസ്റ്റില് 1 2 ലീവ്സ്, രണ്ടാമത്തതില് 1 2 3 4 5. ആദ്യം നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കാം അല്ലെ. എന്നിട്ട് 5 ഉം 2 ഉം കിട്ടി നമുക്ക്. ആദ്യത്തതില് 2 ആണ്, രണ്ടാമത്തതില് 5 ആണ് ഉള്ളത്. സോ ബിഗ്ഗർ നമ്പർ ആദ്യം എഴുതാം. വിച്ച് ഇസ് ദ ബിഗ്ഗർ നമ്പർ? 5 നമ്മൾ ആദ്യം എഴുതി. 5 എഴുതി അല്ലേ. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2 മൈനസ് ചെയ്യണം. 2 മൈനസ് ചെയ്യാം. എത്രയാണ് ലെസ്സർ ആയിട്ടുള്ളത്, എത്രയാണ് കുറവുള്ളത് എന്ന് നമുക്ക് കിട്ടും അല്ലെ. നോക്കാം നമുക്ക്. ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ 5 എഴുതി, നമ്മൾ -2 ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം 5 ലീവ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക അല്ലെ. 5 ഇലകൾ നമ്മൾ എടുക്കാം അല്ലെ. നോക്കാം നമുക്ക് ഏതാണ്. 5
എന്താണ് 1 2 3 ലീവ്സ് ആണ് എന്ന് ഇമാജിൻ ചെയ്യുക കേട്ടോ 3 4 5 5 ലീവ്സ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം 2 എണ്ണം മൈനസ് ചെയ്യാം അല്ലെ 2 എണ്ണം മൈനസ് ചെയ്യാം 2 എണ്ണം നമ്മൾ ഇങ്ങനെ കളഞ്ഞു 2 എണ്ണം എടുത്ത് കളഞ്ഞു ബാക്കി എത്രയുണ്ട് ഇത് എത്രയുണ്ട് 1 2 3. So the answer is 5 minus 2 is equal to 3. 3 ആണ് ആൻസർ വരിക അല്ലെ 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ ക്ലിയർ ആയോ എങ്ങനെയാണ് കൗണ്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാന്ന് അപ്പോ how many less എത്രയാണ് ലെസ് ആയിട്ടുള്ളത് ആദ്യത്തേതിൽ നിന്ന് രണ്ടാമത്തെ പിക്ചറിലേക്ക് 3 എണ്ണം കുറവുണ്ട് അല്ലെ ആദ്യത്തേതിൽ 2 എണ്ണേ ഉള്ളൂ രണ്ടാമത്തെ പിക്ചറിൽ 5 എണ്ണം ഉണ്ട് അപ്പൊ എത്ര എണ്ണത്തിന്റെ കുറവുണ്ട് എത്ര എണ്ണാണ് ലെസ് ആയിട്ടുള്ളത് 3 is less. Okay, then second one നോക്കുക 9 fishes are there. Third one നോക്കുക third picture 1 2 3 4 5 6 7 8 9 9 fish ഉണ്ട് അവിടെ അല്ലെ fishes 9 fishes. So ആദ്യത്തെ അതിൽ എണ്ണം എഴുതുക എത്ര 9. Second one no 1 2 3 4 5 6 7 8 8 എണ്ണം എഴുതുക. Then 9 minus 8 9 minus 8 is equal to 9 നിന്ന് 8 എണ്ണം കുറച്ചാൽ എത്ര കിട്ടും yes 1 is the correct answer 1 ആണ് അല്ലേ 1 കിട്ടി എങ്ങനെയാണെന്ന് 9 എണ്ണം ഉണ്ട് 9 ഫിഷസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു ബൗളില് 9 മീനുണ്ട് അതിൽ നിന്ന് ഒന്ന് എന്ത് ചെയ്തു ചാടിപ്പോയി ബാക്കി എത്രയാ ഉള്ളത് 8 ആണ് അല്ലെ 9 മൈനസ് എന്ത് ചെയ്തു 9 മൈനസ് 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 1 ആണ് കിട്ടുക അപ്പൊ നമ്മൾ 9 നിന്ന് എപ്പോഴും 8 കുറക്കുമ്പോൾ നമുക്ക് 1 കിട്ടും അതുപോലെ എന്ത് ചെയ്യാം കൗണ്ട് ചെയ്ത് നോക്കുക അല്ലെ ആദ്യത്തെ നോക്കുക 1 2 3 4 5 6 7 8 9 ഉണ്ട് രണ്ടാമത്തതിൽ എത്ര കുറവുണ്ട് 1 ആണ് കുറവുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ 1 2 3 4 5 6 7 8 ഈ പിക്ചേഴ്സ് രണ്ടും നേരെ നേരെയാ ഉള്ളത് ലാസ്റ്റ് വണ്ടിൽ എന്താണ് ഒരു ഫിഷിന്റെ കുറവുണ്ട് സെക്കൻഡ് പിക്ചറിൽ അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കാണ് സോ നമ്മൾ ഇവിടെ ബിഗ്ഗർ നമ്പർ എഴുതുക 9 ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് മൈനസ് 8 9 നിന്ന് എത്ര കുറക്കണം 8 കുറക്കണം അല്ലെ അപ്പൊ എന്ത് ചെയ്തു ബാക്കി 1 കിട്ടും അതുപോലെ നെക്സ്റ്റ് വൺ എന്താണ് കുറച്ച് ഇറേസേഴ്സിന്റെ പിക്ചർ ഉണ്ട് അതിൽ നിന്നോ 1 2 3 4 5 6 7 ഇറേസേഴ്സ് 1 so 7 1 that means 7 minus 1 is equal to 6 okay 7 minus 1 6 okay Gayatri okay 7 minus 1 അല്ലേ ദാ നമ്മുടെ ഗായത്രി ചെയ്യുന്ന പോലെ എത്ര 5 വിരലുകൾ ഉണ്ട് 7 ഫിംഗേഴ്സ് ഉണ്ട് 7 7ൽ നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്തു 1 മൈനസ് ചെയ്തു ബാക്കി 6 ആണ് അല്ലേ 6 ആണ് മനസ്സിലായോ മിസ്സിന്റെ കയ്യിൽ ഇപ്പോ എന്താണ് 7 പെൻസിൽസോ 7 ഇറേസേഴ്സോ അല്ലെങ്കിൽ 7 ഫിംഗേഴ്സ് എന്ന് ഇമാജിൻ ചെയ്യുക അല്ലെ ഇത് എത്ര 7 ഫിംഗേഴ്സ് ആണ് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു 1 നമ്മൾ മൈനസ് ചെയ്തു ബാക്കി എത്രയുണ്ട് കൗണ്ട് ചെയ്ത് നോക്കാലോ 1 2 3 4 5 6 വളരെ ഈസി അല്ലേ 7 minus 1 is equal to 6 then നെക്സ്റ്റ് പേജിൽ എന്താ ഉള്ളതെന്ന് വെച്ചാല് അപ്പൊ ഇത് ഫില്ല് ചെയ്യാത്തവര് മുഴുവൻ ഫില്ല് ചെയ്യാം ഇപ്പൊ മനസ്സിലായല്ലോ ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആൻസർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഉറപ്പാണല്ലോ മനസ്സിലായല്ലോ ഓക്കെ then നെക്സ്റ്റ് പേജ് നോക്കാം നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് കൗണ്ട് ചെയ്ത് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആണ് look at the picture A now look at picture B two pictures are there A and B which objects are less in
which picture how many less? രണ്ട് പിക്ചേഴ്സിലും കുറെ ഒബ്ജക്ട്സ് ഉണ്ട്, കുറെ വസ്തുക്കൾ ഉണ്ട് രണ്ടിലും. അപ്പൊ ഇതിൽ നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് which object are less in which picture? ഏത് ചിത്രത്തില് ഏത് ഒബ്ജക്റ്റ് ആണ് കുറവുള്ളത് എന്ന് ഫൗണ്ട് ചെയ്യുക. ഹൗ മെനി ലെസ്, എത്രയാണ് കുറവുള്ളത് എന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം. നോക്കാം, ആദ്യത്തെ പിക്ചർ നിങ്ങൾ നോക്കാം. ഇതിൽ എന്തൊക്കെയുണ്ട്? കുറേ ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ? ബുക്സ്, ബ്ലോക്സ്, ടോയ് കാർസ്, പെൻസിൽസ്, ലൈറ്റ്സ്, ടോയ് ബേർഡ്സ്, പെയിന്റിംഗ്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എത്ര എണ്ണമാണ് ലെസ് ആയിട്ടുള്ളത്, എത്ര എണ്ണമാണ് ഏത് പിക്ചറിലാണ് കുറവുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ആദ്യത്തെ നോക്കുക, ബുക്സ്. ബുക്സ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ള ഐറ്റം അല്ലെ? നമ്മൾ കൗണ്ട് ചെയ്യുക, കൗണ്ട് ചെയ്ത് നോക്കാം എത്ര ബുക്സ് ഉണ്ട് എന്ന് നോക്കാം. നോക്കാം, ആദ്യം ബുക്സ് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ അല്ലെ? എല്ലാരും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ എത്ര ബുക്സ് ഉണ്ടെന്ന്. 1 2 3. ആ ടേബിളിന്റെ മുകളിൽ 3 ബുക്സ് ഉണ്ട് അല്ലെ? 3. പിന്നെ താഴെ ഒരു ചെറിയ സ്റ്റൂളിന്റെ മുകളിൽ 1 2 2. ടോട്ടൽ എത്ര ബുക്ക് ഉണ്ട് അവിടെ? 5 ബുക്സ് ഉണ്ട് അല്ലെ? 5. 1 2 3 4 5. Then സെക്കൻഡ് പിക്ചർ നോക്കാം. സെക്കൻഡ് പിക്ചർ ഒന്ന് നോക്കാം, അതിൽ എത്ര ബുക്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. ടേബിളിന്റെ പുറത്ത് 1 2 3 4 അല്ലേ? ദെൻ താഴെ 5 6. താഴെ ഇതിന്റെ മുകളിൽ, ഈ സ്റ്റൂളിന്റെ മുകളിൽ എത്രയുണ്ട്? 2. ദെൻ നെക്സ്റ്റ് ഈ ഷെൽഫിൽ എത്ര ബുക്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. ടോട്ടൽ 9 ബുക്സ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് പിക്ചറിൽ 5 ആണുള്ളത്, സെക്കൻഡ് പിക്ചറിൽ 9 ആണുള്ളത്. സോ വി വാണ്ട് ടു സബ്ട്രാക്ട് 9 minus 5. ഓക്കെ, 9 minus 5. ഇതായി താഴെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതി. പിക്ചർ എ, ബുക്സിന്റെ എണ്ണം എത്രയുണ്ട്? ബുക്സിന്റെ എണ്ണം എത്രയാണ്? 5. ആദ്യത്തെ ചിത്രത്തില് 5 ബുക്കാണല്ലേ ഉള്ളത്. സെക്കൻഡ് പിക്ചർ ബി, ഹൗ മെനി ബുക്സ്? 9 ബുക്സ്. 9 ബുക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ബിഗ്ഗർ നമ്പറിൽ നിന്ന് ഈ ലെസർ നമ്പർ ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ നെക്സ്റ്റ് തേർഡ് കോളത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ? 9 minus 5. തേർഡ് കോളത്തില് 9 minus 5 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? 9ൽ നിന്ന് നമ്മള് എന്താണ് 5 എണ്ണം കുറക്കണം. അപ്പൊ കുറച്ച് നോക്കാം അല്ലെ, ആൻസർ എത്ര കിട്ടുന്നു നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അല്ലെ. 9 minus 5 ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 2 നമ്പേഴ്സ് എന്തായാലും കിട്ടുമല്ലോ. കൗണ്ട് ചെയ്യുമ്പോ 2 നമ്പേഴ്സ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ആ നമ്പേഴ്സിലെ ബിഗ്ഗർ നമ്പർ ആദ്യം എഴുതാം. മിസ് എഴുതുന്ന പോലെ നോക്കാം. നമുക്ക് 9ഉം 5ഉം കിട്ടി. പിക്ചർ എയിൽ എത്ര ഉണ്ട്? 9 ബുക്സ്. സോറി, പിക്ചർ എയിൽ 5 ബുക്സ്, പിക്ചർ ബിയിൽ 9 ബുക്സ്. സോ ബിഗ്ഗർ നമ്പർ ആദ്യം നമ്മൾ എഴുതാം. വിച്ച് ഇസ് ദ ബിഗ്ഗർ നമ്പർ? ബിഗ്ഗർ നമ്പർ ആണ് നമ്മൾ ആദ്യം എഴുതാൻ വേണ്ടി പോകുന്നത്. ലിസൺ, ബിഗ്ഗർ നമ്പർ ഈസ് 9. 9 ആണ് അല്ലെ? 9 ആണ് എന്ത്? ഏറ്റവും വലിയ സംഖ്യ 9ഉം 5ഉം ആയാലും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് -5 എഴുതാം അല്ലെ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 9 minus 5 നോക്കാം. ആദ്യത്തെ പിക്ചറിൽ എന്തുണ്ട്? ആദ്യത്തെ പിക്ചറിൽ 9 ബുക്സ് ഉണ്ട്. നോക്കാം. 1 2 3 4 5 6 7 8 9. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? എങ്ങനെയാണ്?
കൗണ്ട് ചെയ്യാ? 9 ഫിംഗേഴ്സ് എടുക്കുക അല്ലെ? ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 10. 9 എടുക്കുക. അതായത് ഏതെങ്കിലും ഒരു കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക? ഒന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് 9 ഫിംഗേഴ്സ്. ഇതിൽ നിന്ന് എന്ത് ചെയ്തു? 5 പോയി. 5 ഇല്ല. ബാക്കി എത്രയുണ്ട്? ബാക്കി എത്ര വിരലുണ്ട്? ഈ കയ്യിലുണ്ട് 4 ആണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം അതുപോലെ 1 2 3 4 5 6 7 8 9 ബുക്സ്. അതിൽ നിന്ന് എന്ത് ചെയ്യാം? 5 നമ്മൾ മൈനസ് ചെയ്യണം. 5 നമുക്ക് മൈനസ് ചെയ്യാം അല്ലെ? 5 നമുക്ക് ഇങ്ങനെ മൈനസ് ചെയ്യാം. ഇതാ 1 2 3 4 5. ഇതാ 5 ബുക്സ് നമ്മൾ അവിടുന്ന് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു അല്ലെ? ഇത്രയും നമ്മൾ എടുത്തു. ബാക്കി എത്രയുണ്ട്? 1 2 3 4. ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന ആക്ടിവിറ്റിയും നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം എന്താണ്? ഇതുപോലെ ലൈൻസ് വരച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം ആൻസർ എന്നുള്ളതാണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്രോബ്ലം വരുന്നത്. 9 minus 5 then 9 minus 5 is equal to 4. 4 is the answer. ഇനി ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ എന്ത് ചെയ്യണമെന്ന് മിസ് പറഞ്ഞു? ഈ 5 plus 4 നോക്കുക. 5 plus 4 ഏതാണ് ആൻസർ കിട്ടുന്നത് നോക്കുക. 5 plus 4 ചെയ്യാം. 4 is equal to 9 കിട്ടും അല്ലേ? 9 കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഇത് എന്ത് ചെയ്യാ? ഇത് മുഴുവൻ ഇന്ന് ഹോംവർക്ക് ചെയ്യാ. നെക്സ്റ്റ് പേജിലും കുറച്ച് സബ്ട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 110 109 110 ഉള്ള ഈ 2 പ്രോബ്ലമും ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് സാറ്റർഡേക്ക് മുമ്പ്, മറ്റന്നാളത്തെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഈ 2 പ്രോബ്ലംസ് മനസ്സിലായോ? എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ ഈ പിക്ചേഴ്സിലുള്ളതൊക്കെ കൗണ്ട് ചെയ്യുക. ഇതിൽ എത്ര ബ്ലോക്സ് കൂടെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ടോയ് കാർ, ഫസ്റ്റ് പിക്ചറിൽ എത്ര ടോയ് കാർ ഉണ്ട് കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുക കേട്ടോ. കൗണ്ട് ചെയ്ത് തെറ്റിപ്പോയാൽ എന്താകും? ആൻസർ തെറ്റാവും അല്ലെ? സോ ടോയ് കാറിൻ്റെ വേണമെങ്കിൽ മിസ് ഒന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കാം. ഫസ്റ്റ് പിക്ചർ നോക്കുക. ഇതിൽ എത്ര ടോയ് കാർ ഉണ്ട് എന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ? ഇവിടെ കുറച്ച് ടോയ് കാർസ് വെച്ചിട്ടുണ്ട്. 1, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. 1 2 3 4 5 ഉള്ളത് അല്ലെ? അപ്പൊ ഇവിടെ പിക്ചർ എ എന്നുള്ള ഇവിടെ എന്ത് എഴുതുക? ടോയ് കാർ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ 5 എന്ന് എഴുതി അല്ലെ? ടോയ് കാറിന്റെ എണ്ണം 5 ആണ്. 5 ആണല്ലോ ഉള്ളത്. വേറെ എവിടെ ഇല്ലല്ലോ? ഇല്ല, അത്രേ ഉള്ളൂ. 1 2 3 4 5. Then സെക്കൻഡ് പിക്ചർ നോക്കുക. പിക്ചർ ബി നോക്കുക. അവിടെ എത്ര ടോയ് കാർ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാലോ? 1 2 3 4 5 6 7 8 ആണുള്ളത് അല്ലേ? 8 അല്ലേ? 8 അല്ലേ ഉള്ളത് അല്ലേ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? 1 2 3 4 5 6 7 8. പിക്ചർ ബി എന്നുള്ളിടത്ത് നമ്മൾ 8 എന്ന് എഴുതാം. 8. ദെൻ നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ബിഗർ നമ്പർ ആദ്യം എഴുതാം. തേർഡ് കോളത്തില് അതേതാണ്? 8. 8 minus 5. 8 minus 5 ആണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ആദ്യത്തതിലും എന്ത്? 10 minus സെക്കൻഡ് വൺ 7 അല്ലേ? ഇത് രണ്ടുമാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും ഒന്ന് ആൻസർ കണ്ടുപിടിച്ച് എല്ലാരും നോക്കട്ടെ. നോക്കാം. ആദ്യം ചെയ്യേണ്ടത് 10 minus 7. Then second one 8 minus 5. ഇത് രണ്ടും ഒന്ന് ചെയ്തിട്ട് ആദ്യം ആരാണ് ആൻസർ കിട്ടുന്നതെന്ന് ഒന്ന് പറഞ്ഞേ. ആർക്കാണ് ആദ്യം ആൻസർ കിട്ടിയെന്ന് നോക്കട്ടെ. ആൻസർ കിട്ടിയവരൊന്ന് കൈ ഉയർത്തി കാണിക്കണേ മിസ്സിനെ ചെയ്തെങ്കില്.
ഓക്കെ, ഇഷാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇഷാൻ, വേറെ ആരാ ചെയ്തിട്ടുള്ളതെന്ന് നോക്കട്ടെ മിസ്. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ആൽബർട്ടിന് കിട്ടിയിട്ടുണ്ട്, ഹസന് കിട്ടി അല്ലേ? ഓക്കെ, ലിസൺ. ഹസൻ എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത് മോനെ? ഹസൻ 10 minus 7 അൺമ്യൂട്ട് ചെയ്തേ. 10 minus 7 is equal to 3 അല്ലേ? 10ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 7 എണ്ണം കുറച്ചു അല്ലേ? 7, 8, 9, 10. 3 ആണ് ആൻസർ വരിക അല്ലേ? 7ൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. 7, 8, 9, 10 അല്ലേ? 8, 9, 10, 3. Then next one, 8 minus 5. Gauri Nanda, എത്ര കിട്ടിയ മോളെ ആൻസർ? 8 minus 5. 8 minus equal to 3. 3 തന്നെയാണ് അല്ലേ? 5, 6, 7, 8 അല്ലേ? ഇങ്ങനെയല്ലേ വരിക? 6, 7, 8. So 8 minus 5 is equal to 3. 3. Okay, clear? So ബാക്കിയുള്ളത് അതുപോലെ കൗണ്ട് ചെയ്തിട്ട് ആൻസർ എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഇതും നെക്സ്റ്റ് പേജിലെ ഈ സബ്ട്രാക്ഷനും. ഓക്കെ, പേജ് നമ്പർ 109 110. ഓക്കെ, 2 പേജിലുമുള്ള സബ്ട്രാക്ഷൻ ചെയ്യാനുള്ളത് ചെയ്തിട്ട് മിസ്സിന് മറ്റന്നാൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുഴുവൻ പേരും അയച്ചു തരിക. പിന്നെ സബ്ട്രാക്ടിങ് 0 എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, സോ നമ്മുടെ ടൈം കഴിഞ്ഞു. മിസ് അപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവേ. 1 മിനിറ്റേ ഉള്ളൂ ഇനി. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചിട്ട് ചോദിക്കുക കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ലവ് യു, ബൈ ബൈ, ലവ് യു ഓൾ.